എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് സൃഷ്ടിയുടെ 6 ഘട്ടങ്ങളെക്കുറിച്ച് സാമാന്യമായ ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും അതിൽ ഉള്ളതെല്ലാം സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം ചിലരെങ്കിലും ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലരെങ്കിലും അറിയാതിരിക്കുന്ന കാര്യങ്ങൾ, ചിലർ ധരിച്ചിരിക്കുന്ന കാര്യം, പല ദിശകളിൽ ആണ് ഈ ദിവസങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ ചിന്താഗതി. ഈ ഓരോ ദിവസവും 24 മണിക്കൂറുകളുള്ള ദിവസമാണെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ ഏറ്റവും വലിയ തെറ്റാണെന്നുള്ളത്. സൃഷ്ടിയുടെ ഓരോ ദിവസവും 6 ദൈർഘ്യമേറിയ കാലഘട്ടങ്ങളാണെന്ന് ആ സൃഷ്ടിയുടെ ഓരോ ദിവസത്തെ സൃഷ്ടി വിവരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 24 മണിക്കൂറുകൾ അടങ്ങുന്ന ഒരു ദിവസമല്ല ഈ പറയുന്ന 6 ദിവസവും. സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് നേരിട്ട് സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. ഈ സൃഷ്ടി എന്ന മഹാവേല നിർവഹിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവാണ്. അപ്പോൾ പിതാവായ ദൈവത്തോടുകൂടെ ആദിയിൽ ഉണ്ടായിരുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. അതിൻ്റെ ശേഷമാണ് സർവ സൃഷ്ടികളും നടക്കുന്നത്. ഈ സൃഷ്ടി 2 മണ്ഡലങ്ങളിലാണ് നടക്കുന്നത്. ഒന്ന് ആത്മീയ മേഖലയിലുള്ള സൃഷ്ടികൾ, ആത്മീയ മണ്ഡലത്തിലുള്ള സൃഷ്ടി എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം യേശുക്രിസ്തു മുഖാന്തരം ആദ്യം സൃഷ്ടിക്കുന്നത് ദൂതന്മാരെയാണ്. കോടാനുകോടി ദൂതന്മാരെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ശേഷമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന ആ സന്ദർഭങ്ങളിൽ ദൈവദൂതന്മാർ എല്ലാവരും ആർത്തുഘോഷിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. സൃഷ്ടിയുടെ മഹാത്മ്യവും വലിപ്പവും മനസ്സിലാക്കി ദൂതന്മാർ സന്തോഷിച്ച് ആർക്കുന്നു. പിന്നീടാണ് ഭൂമിയോട് ബന്ധപ്പെട്ടിട്ടുള്ള സൃഷ്ടിവേലകൾ ആരംഭിച്ചത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ ഭൂമിയും ആകാശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ, പക്ഷിമൃഗാദികൾ, വൃക്ഷങ്ങൾ തുടങ്ങിയ ജീവനുള്ള വസ്തുക്കൾ, കടലിലെ മത്സ്യങ്ങൾ, ഇവയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഇവയ്ക്കെല്ലാം ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുവരണം. ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു 24 മണിക്കൂർ അടങ്ങുന്ന സമയം കൊണ്ട് നടന്നു എന്ന് വിചാരിക്കുന്നത് ബുദ്ധിയുള്ളവരാർക്കും സമ്മതിക്കാൻ പറ്റാത്ത വിഷയമാണ്. ഉൽപ്പത്തി വിവരം പറയുമ്പോൾ യഹോവയായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ എന്നാണ്. നാളെന്ന് പറയുന്നത് ഒരു ദിവസമല്ല. നാളെന്ന് പറയുന്നത് ഒരു ദൈർഘ്യമേറിയ കാലഘട്ടമായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ആകാശവും ഭൂമിയും ആദിയിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, കോടാനുകോടി ഗാലക്സികൾ, ഇവയെല്ലാം ആദിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്ന 2 3
ഗാലക്സികളെക്കുറിച്ച് മാത്രമേ ശാസ്ത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഈ ആദി എന്ന് പറയുന്ന കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് നമുക്ക് ഗണിക്കാൻ പറ്റില്ല. മനുഷ്യനും ജീവജാലങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ആകാശവും ഭൂമിയും ഇങ്ങനെ പാഴും ശൂന്യമായും കിടന്നിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവും വേദപുസ്തകം തരുന്നില്ല. ഈ ഭൂമിയിൽ മനുഷ്യനും ജീവജാലങ്ങൾക്കും അധിവസിക്കേണ്ടതിന് ആവശ്യമായ സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ അതിനും ദൈർഘ്യമേറിയ കാലങ്ങൾ ആവശ്യമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. പല മാറ്റങ്ങൾക്കും വേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങളാണ് സയൻസ് പറയുന്നത്. ഭൂമിയുടെ താപം, ഭൂമിയുടെ അന്തരീക്ഷം, ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെയുള്ള വാതകങ്ങൾ, ഏതാണ്ട് 118 മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടത്. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ആവിഷ്കരിക്കപ്പെടുവാൻ അനവധി ദൈർഘ്യമേറിയ കാലങ്ങളുടെ ആവശ്യമായിരുന്നതാണ്. അപ്പോൾ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം നിർമ്മിച്ചിട്ടുള്ള ഭൂമിയുടെ അന്തരീക്ഷം, ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മറ്റ് ഗോളങ്ങൾ, നിർജീവ ഗോളങ്ങൾ, വാതക ഗോളങ്ങൾ, ഖരാവസ്ഥയിലുള്ള ഗോളങ്ങൾ, ഇതെല്ലാം ഭൂമിക്ക് വേണ്ടി നിലനിർത്തിയിരിക്കുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം മനുഷ്യനെന്ന് പറയുന്ന ഈ വിലയുള്ള ജീവിക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യന് വിലയുണ്ടാകാനുള്ള കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യനല്ല. മറ്റ് പക്ഷിമൃഗാദികളും മത്സ്യങ്ങളും ഒന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവയല്ല. ദൈവത്തിൻ്റെ കഴിവുകൾ ഒരു പരിധിവരെ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നു. ശക്തിയും ബുദ്ധിയും ജ്ഞാനവും വകതിരിവും ഇതെല്ലാം മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നു. ആ വിധത്തിലാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, നീ മനുഷ്യനെ ഓർക്കേണ്ടതിനെന്ത്, മനുഷ്യപുത്രനെ വിലമതിക്കാൻ അവൻ എന്തുമാത്രം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നതെന്നാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഒരു താണപടിയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലും മനുഷ്യന് വളരെ വിലയുള്ളതാണ്. മനുഷ്യന് വേണ്ടിയാണ് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കുവാൻ ഒരു ദൈർഘ്യമേറിയ കാലഘട്ടം ആവശ്യമായിരിക്കുന്നു എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ടും യാഥാർത്ഥ്യങ്ങൾ കൊണ്ടും മനസ്സിലാക്കാവുന്ന വസ്തുതയാണ്. ഇന്ന് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മറ്റേ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന അതിൻ്റെ ക്രൂഡ് ഓയിൽ, കൽക്കരി, ഇങ്ങനെയുള്ള ഈ വസ്തുക്കളൊക്കെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളിലുണ്ടായത്? ഇത് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ജീവജാലങ്ങളും വൻവൃക്ഷങ്ങളും വലിയ മൃഗങ്ങളുമെല്ലാം ചത്ത് ഭൂമിയുടെ ഉള്ളിൽ പോയിട്ട് അത് സംസ്കരിക്കപ്പെട്ടിട്ടാണ് ഈ മറ്റുള്ള ഇന്ധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഭൂമിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ 24 മണിക്കൂർ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ സംഭവ വികാസങ്ങൾക്കും ദൈർഘ്യമേറിയ കാലഘട്ടങ്ങൾ ആവശ്യമായിരിക്കുന്നുവെന്ന് നമ്മുടെ ബുദ്ധി തന്നെ പറയുന്നു. നമ്മുടെ പല ചോദ്യങ്ങൾക്കും സയൻസ് കൃത്യമായ ഉത്തരം പറയുന്നു. ആ ഉത്തരങ്ങളൊന്നും ഒരിക്കലും മുഴുവനും തള്ളിക്കളയാവുന്നതല്ല. മനുഷ്യേതര ജീവികളെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ചും വ്യത്യസ്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്.
പക്ഷേ ഒരൊറ്റ വിഷയത്തിലാണ് ശാസ്ത്രവും മനുഷ്യരും ഇന്ന് ദൈവത്തോട് അകന്നുള്ളത്. മനുഷ്യന്റെ യുക്തിയിലും ബുദ്ധിയിലും ഒരു വസ്തു സൃഷ്ടിക്കപ്പെടുവാൻ ഒരു സൃഷ്ടാവ് ആവശ്യമാണെന്ന് അവന്റെ ബുദ്ധി അവനോട് പറയുമ്പോൾ അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടാവില്ലാതെ തന്നെ യാദൃച്ഛികമായി സംഭവങ്ങളെല്ലാം ഉണ്ടായെന്ന് സ്ഥാപിക്കാനുള്ള കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് സയൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സയൻസ് എന്ന് പറയുന്ന ഈ ശാസ്ത്രം വിശുദ്ധ വേദപുസ്തകമാകുന്ന ശാസ്ത്രത്തിന് ഒരിക്കലും അതീതമായിരിക്കില്ല, അധീനമായിരിക്കുമെന്നുള്ള വസ്തുതയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുവാനും ദൈവമില്ലെന്ന് സമർത്ഥിക്കുവാനും ശാസ്ത്രം കണ്ടുപിടിക്കുന്ന എല്ലാ തത്വങ്ങളും ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കത്തക്ക രീതിയിലുള്ള ന്യായങ്ങളിലേക്ക് മനുഷ്യന്റെ ബുദ്ധിയെ തിരിച്ചുകൊണ്ടുപോകുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു വസ്തുവും സൃഷ്ടിക്കപ്പെടുവാൻ ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമാണ് എന്നുള്ള കാര്യമാണ്. മുട്ടുസൂചി മുതൽ മോട്ടോർ കാർ വരെ നിർമ്മിക്കുന്ന കമ്പനികൾ അതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധിയുള്ള മനസ്സും ഒരു ശരീരവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കൽ ഒരു നിരീശ്വരവാദിയും ഒരു ഈശ്വരവിശ്വാസിയും രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഒരിക്കൽ ഈശ്വരവിശ്വാസിയുടെ വീട്ടിലേക്ക് നിരീശ്വരവാദി കയറി ചെന്നു. അപ്പോൾ ഈശ്വരവിശ്വാസിയുടെ മേശപ്പുറത്ത് ഒരു ഭൂഗോളത്തിൻ്റെ മാതൃകയിരിക്കുന്നു, ഒരു ഗ്ലോബ്. അദ്ദേഹം ചോദിച്ചു, എത്ര മനോഹരമായിരിക്കുന്നു ഇതിൻ്റെ ഭൂഖണ്ഡങ്ങളും അക്ഷാംശ രേഖാംശ രേഖകളെല്ലാം അടയാളപ്പെടുത്തി ചായം കൊടുത്ത് മഹാസമുദ്രങ്ങൾ എല്ലാം അതിൽ വരച്ചിരിക്കുന്നു. ഇതാര് വരച്ചതാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഇത് വരച്ചതൊന്നുമല്ല, ഇത് സ്വയം സൃഷ്ടമാണെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് ഇന്ന് നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ദൈവത്തെ നിഷേധിക്കുന്നവർക്കുമുള്ള മറുപടി. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിവേലയിൽ ദൈർഘ്യമേറിയ കാലഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള വസ്തുക്കളാണെന്ന് സയൻസ് ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സത്യമായ കാര്യങ്ങളാണ്. ഒരാളുടെ ഒരു വീഡിയോ പോസ്റ്റിൽ കണ്ട ഒരു ചോദ്യമാണ്, 6 ദിവസം കൊണ്ട് ദൈവം ധൃതി പിടിച്ചാണോ ഈ പ്രപഞ്ചവും മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ്. ദൈവം ധൃതി പിടിച്ചൊന്നുമല്ല സൃഷ്ടിച്ചത്. ദൈർഘ്യമേറിയ കാലഘട്ടങ്ങളിലൂടെ അനുക്രമമായ പരിവർത്തനങ്ങളിലൂടെ മാറ്റം വന്നിട്ടാണ് ഈ പ്രപഞ്ചവും ജീവനും ജീവജാലങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ആ ചോദ്യത്തിന് ഉത്തരം തന്നെ ഉൽപ്പത്തി 1:1 പറയുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം, അതിൻ്റെ ഫലമായി വെളിച്ചമുണ്ടായി. എങ്ങനെയാണത് സാധിച്ചത്? ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ആ മർദ്ദം, അന്തരീക്ഷ മർദ്ദം, പിന്നെ വായുമണ്ഡലം അത് ക്ലിയറായി, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അടിഞ്ഞ് വളരെ നേർമയുള്ളതായി. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് ദീർഘകാലത്തെ പരിവർത്തനത്തിന് ശേഷം സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്തിയപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച അവസ്ഥയിലായി. അതുപോലെ സമുദ്രത്തിനും വന്ന മാറ്റങ്ങളെല്ലാം അവിടെ ജീവജാലങ്ങൾ, അവിടെ മത്സ്യങ്ങൾക്ക് വളരുവാനുള്ള സംവിധാനത്തിലായിരിക്കും. ഇതെല്ലാം ദീർഘകാലത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ട് കാര്യങ്ങളാണ്. പിന്നീട് മറ്റേ പക്ഷി മൃഗാദി ജന്തുക്കൾ, വൃക്ഷലതാദി സസ്യങ്ങൾ ഇതെല്ലാം വളരുവാനും പെരുകുവാനുള്ള അവസരം വേണം. അതിന്
ഒരു ദിവസം കൊണ്ട് അത് വളർന്ന് കായ്ഫലമുണ്ടായതല്ല. ഇന്ന് തന്നെ നമ്മളൊരു തെങ്ങ് വെച്ചാൽ 5 കൊല്ലം വേണം, ഒരു പ്ലാവ് കുഴിച്ചിട്ടാൽ 5 കൊല്ലം വേണം. അപ്പോൾ ഇത് 24 മണിക്കൂർ കൊണ്ട് ഒരു ചക്കക്കുരു കുഴിച്ചിട്ട് അതിൽ നിന്ന് ചക്ക ഉണ്ടാകുക എന്ന് പറയുന്നാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അന്ന് ദൈവം ആദ്യം കൊടുത്ത അതേ നിയമം ഇന്നും എല്ലാം പരിപാലിക്കപ്പെടുന്നു എന്നാണ്. ആകാശത്തിൻ്റെ നിയമങ്ങൾ, ഓരോ ജീവജാലങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ, ഓരോ സസ്യവർഗങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ അന്ന് ലഭിച്ചതാണ് ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ദൈർഘ്യമേറിയ കാലഘട്ടങ്ങളിലൂടെ മനുഷ്യന് അധിവാസയോഗ്യമായി തീരുന്നതിന് വേണ്ടിയും മനുഷ്യൻ്റെ ആവശ്യത്തിനും വേണ്ടിയ എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിൽ രൂപപ്പെട്ടതിന് ശേഷം 6-ാം ദിവസത്തിൻ്റെ ഏറ്റവും ഒടുവിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവിൻ എന്ന് കൽപ്പിച്ചു. ഭൂമിയുടെ രാജാവും രാജ്ഞിയുമായിട്ടാണ് ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടിവേലയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിവിധ ജീവജാലങ്ങൾക്ക് വിവിധ കാലഘട്ടങ്ങൾ ആവശ്യമായിരുന്നു. പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും ഈ രൂപമാറ്റത്തിന് ദൈർഘ്യമേറിയ കാലഘട്ടങ്ങൾ ആവശ്യമായിരുന്നു എന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുവാൻ കഴിയും. അങ്ങനെ കൂടുതൽ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ വിധത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കും പരിഹാരമുണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിച്ചു.